ഇന്നത്തെ വീഡിയോ ആണ് ഫ്രിഡ്ജിക്ക് നോക്കേണ്ട വീഡിയോ. നമുക്ക് നോക്കാം. എന്തോ കണ്ടോ ഫ്രിഡ്ജ് കണ്ടാ സഹിക്കണം. ഞങ്ങളുടെ നോക്കിയാൽ ഫ്രിഡ്ജ് കണ്ടേ. ഫ്രിഡ്ജ് കാണാമോ നോക്കട്ടെ ആദ്യം. വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജ് ഫുൾ അഴുക്കായിട്ടിരിക്കുക. അഴുക്കാന്ന് വെച്ചാൽ മൊത്തം ഡിസോർഡർ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ വന്നു. അപ്പോൾ അതൊരു വീഡിയോ കൂടെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. മോന്മാർ നമുക്ക് കാണിച്ചു കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇതാണ് ഫ്രിഡ്ജിൻ്റെ അകത്തെ ഒരവസ്ഥ. ഇതിനകത്ത് കുറേ സാധനങ്ങൾ എന്തൊക്കെ ഇരിക്കുന്നതെന്ന് എനിക്ക് പോലും ഒരു ഐഡിയ ഇല്ല. ഇത് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നല്ല ക്ലീൻ ആക്കി വെക്കാവേ. അപ്പോൾ പവിക്കുട്ടിനെ എന്നെക്കാട്ടിലും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട്. അവൻ ഇന്നത് ഫുള്ള് വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അല്ലേ പവി? ആണോ? എന്തോ പവി ഇതൊക്കെ? സോസ്. അത് പോട്ടെ, നമുക്ക് ബാക്കി എടുക്കാം. വാ, ഒന്നോട് താഴെയിട്ട് പൊട്ടിച്ച് കളയല്ലേ കേട്ടോ. കുപ്പി ഇപ്പം താഴെ പോയിനി. എന്തോ ചുക്ക് ബട്ടർ, ഹായ്, തേങ്ങ, നെയ്യ്. എന്താ തേങ്ങ? എന്തൊക്കെയാണോ ആവോ. ഇത് മുട്ട പെയ്യെടുക്കുക. നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം ആദ്യം. നമുക്ക് ആദ്യം ക്യാമറ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, എന്താ ചക്ക. ഇതെന്തോന്നറിയോ? ഇത് നമ്മുടെ എന്താ പറയാ, തടിയക്ക. നമുക്ക് ഇതിന്റെ ഓരോ ഡ്രോയറും എടുത്ത് കഴുകാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിനകത്തുള്ള സാധനങ്ങൾ മൊത്തം മാറ്റി അതിലെല്ലാം നമുക്ക് ഇനി ഓരോന്നായിട്ട് വാഷ് ചെയ്യാം. നല്ലപോലെ സോപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പം വാഷ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പവി അവന് താഴെ നിന്ന് എത്താത്തതുകൊണ്ട് അവൻ മുകളിലൊക്കെ കയറി നിന്നിട്ട് എന്നെ വാഷ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ.
നമ്മൾ വാഷ് ചെയ്യാനുള്ളതെല്ലാം വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകം ഒന്ന് ക്ലീൻ ചെയ്യാം. ഫ്രിഡ്ജിൻ്റെ അകം ഞാനൊരു തുണി വെച്ചിട്ട് നല്ലപോലെ തുടച്ചു കൊടുക്കുക കേട്ടോ. അമ്മ കഴിക്കണം. അങ്ങോട്ട് വെച്ചാൽ മതി. ഗ്ലാസ്സാണേ. ഞാൻ വരാം. എല്ലാം വൃത്തിയായിട്ടുണ്ട് കണ്ടോ. ഡോറും എല്ലാം വൃത്തിയാക്കി. അപ്പോൾ നമുക്കിനി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കേട്ടോ. കാണാവോ, സൂപ്പറായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കാം. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. ഓക്കെ. താഴ്ഭാഗം എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കണ്ടോ. ഇപ്പൊ നല്ലൊരു പുതിയ ഫ്രിഡ്ജ് പോലെ ഉണ്ട് അത്യാവശ്യം അല്ലേ. കണ്ടിട്ടല്ലേ പുതിയ ഫ്രിഡ്ജ് പോലെ ഇല്ലേ, കണ്ടോ അല്ലേടാ, പുതിയ ഫ്രിഡ്ജില്ലേ. ഇനി നമുക്ക് മുകളത്തെ ഭാഗം കൂടെ ഉണ്ട്, നമ്മൾ ഫ്രീസറിന്റെ ഭാഗം കൂടെ വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ ക്ലീൻ ചെയ്യാവേ. അപ്പോൾ അതേ ഫ്രിഡ്ജ് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഓർഡറിലൊന്ന് എടുത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇനി അത് ചെയ്യാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ സാധനങ്ങളെല്ലാം അത്യാവശ്യം ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ വലുതായിട്ടൊരു മോഡുലേഷൻ ഒന്നും വന്നിട്ടില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് രീതിയിലൊക്കെ നല്ലപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ താഴത്തെ ആ ഡ്രോയിലകത്താക്കി കുറച്ചൊരു സ്പേസ് ഇട്ടിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതൊരു എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ എൻ്റർടൈനിങ് എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല, എന്നാലും ഇപ്പം വെറുതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയാലോ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.